എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സൽക്കാര വേളകളിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റാർട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ സ്റ്റാർട്ടർ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫിഷ് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 400 ഗ്രാം ഫിഷ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ദശയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, മുള്ളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കണം. ഒരു ഫിംഗറിൻ്റെ വലിപ്പം. നമ്മളൊരു ഫിഷ് ഫിംഗർ ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഈ മീനിൻ്റെ പീസിലോട്ട് നമുക്ക് കുറച്ച് മസാലയും കൂടെ പുരട്ടി വെക്കേണ്ടതുണ്ട്. ഇത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഡാർക്ക് സോയാ സോസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഉപ്പോ എരിവോ ഒക്കെ നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മസാല കൂട്ടി മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനിൻ്റെ കൂട്ട് ഞാനൊരു 15 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോഴേ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊന്ന് കോട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് പൊടിയിൽ ഇനി ഓരോ പീസസും ഇട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് പൊടിയിൽ ഈ മീനിൻ്റെ പീസസ് കോട്ട് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ പൊടിയൊക്കെ അതിലൊന്ന് പറ്റി പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് എല്ലാ പീസസും ഇതുപോലെ എടുക്കാം. അങ്ങനെ മീനിൻ്റെ പീസസ് എല്ലാം ബ്രെഡ് പൊടിയിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഓരോ പീസസും ഇട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലതുപോലെ പുറവശം ബ്രൗൺ നിറമാകുന്നത് വരെ മൊരിച്ചെടുക്കണം. നമുക്കൊരു നല്ല സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫിഷ് ഫിംഗർ ഫ്രൈഡ് റെസിപ്പി ആയിരുന്നു ഇന്നത്തേത്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമുക്കിതൊന്ന് എടുത്തൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെയാണ് ബാക്കി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ മീനിൻ്റെ പീസസ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പീസ് എടുത്തൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പുറവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉൾവശം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.